ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ഇപ്പോൾ നമ്മളിന്ന് അഗെയിൻ നമ്മുടെ 60 ഡേയ്സ് സെറ്റ് എക്സാം ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലിങ്കേജും ക്രോസിംഗ് ഓവറും ഒരുമിച്ചാണ് നിങ്ങളുടെ സിലബസിനകത്ത് തന്നേക്കുന്നത്. പക്ഷെ അതിനകത്ത് ക്രോസിംഗ് ഓവർ നമ്മൾ ഓൾറെഡി മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ലിങ്കേജിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അതാണ് നമ്മളിന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. ക്രോസിംഗ് ഓവറിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് അതൊന്ന് കണ്ടു നോക്കുക. ബിക്കോസ് ഇത് രണ്ടും ഒരുമിച്ച് വളരെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ലിങ്കേജിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് ദ ജനറൽ ഐഡിയ ഓഫ് ലിങ്കേജ്, ദെൻ ലിങ്കേജ് ഗ്രൂപ്പ്സ്, കംപ്ലീറ്റ് ആൻഡ് പാർഷ്യൽ ലിങ്കേജ്. കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ് എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത്. മെല്ലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് അഗൈൻ ദ ജനറൽ ഐഡിയ. ലിങ്കേജ് എന്താണ് എന്നുള്ളതാണ്. ഞാനിവിടെ 2 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെൻഡൻസി ഓഫ് ജീൻസ് ടു റിമെയിൻ ടുഗെദർ ഇൻ ദെയർ ഒറിജിനൽ കോമ്പിനേഷൻ ഡ്യൂറിങ് ഇൻഹെറിറ്റൻസ് ഇസ് കോൾഡ് ആസ് ലിങ്കേജ്. ഇൻഹെറിറ്റൻസ് നടക്കുന്ന സമയത്ത് ജീൻസ് അതേപടി തുടർന്ന് പോകാൻ, ദാറ്റ് മീൻസ് അവരെവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ തുടരുക, മാറ്റങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി, ഇതിനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് മറ്റൊരു ഡെഫിനിഷനായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് ലിങ്കേജ് ഈസ് ദ ഫിനോമിനൻ ഓഫ് സർട്ടൻ ജീൻസ് സ്റ്റേയിങ് ടുഗെദർ ഡ്യൂറിങ് ഇൻഹെറിറ്റൻസ് ത്രൂ സെവറൽ ജനറേഷൻസ് വിത്തൗട്ട് എനി ചേഞ്ച് ഓർ സെപ്പറേഷൻ ഡ്യൂ ടു ദെയർ ബീങ് പ്രസൻറ്റ് ഓൺ ദ സെയിം ക്രോമസോംസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ജീനുകൾ ഇൻഹെറിറ്റൻസിൻ്റെ സമയത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഫിനോമിനനാണ് ലിങ്കേജ്. ഇത് ഒരുപാട് കാലം നിൽക്കും, കാരണം അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ മാറാനായിട്ട് താല്പര്യമില്ല. ആൻഡ് ഇത് എപ്പോഴാണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ജീനുകളും ഒരു ക്രോമസോമിൽ പ്രസന്റ് ആകുന്ന സമയത്താണ് സംഭവിക്കുക. 2-3 കാര്യങ്ങൾ ഓർക്കണം. ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ജീനുകൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ടെൻഡൻസിയാണിത്. ഇൻഹെറിറ്റൻസിൻ്റെ സമയത്താണിത് നടക്കുക. പല ജനറേഷൻസോളം ഇതിങ്ങനെ തുടരണമെങ്കിൽ ഈ 2 ജീൻസും എവിടെ കാണണം? സെയിം ക്രോമസോമിൽ കാണേണ്ടതായിട്ടുണ്ട്. പിടികിട്ടിയോ? അപ്പോൾ ദിസ് ഈസ് ദ ഡെഫിനിഷൻ. ഒരു പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. ഇനി ലിങ്കേജ് എന്ന് ഉള്ളതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളൊരു പ്രിൻസിപ്പിൾ ഏറ്റവും ആദ്യം ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 സയൻറ്റിസ്റ്റുകൾ കൂടി ചേർന്നിട്ടാണ്. വില്യം ബേറ്റ്സണും RC പണ്ണറ്റും. RC പണ്ണറ്റിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റെജിനാൾഡ് C പണ്ണറ്റ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഇദ്ദേഹത്തിന് നിങ്ങൾ വേറൊരിടത്ത് പഠിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടും. ഓക്കെ. എനിവേ, വില്യം ബേറ്റ്സണും പണ്ണറ്റും കൂടെ ചേർന്നിട്ട് 1906 ഈ ഒരു ലിങ്കേജിൻ്റെ പ്രിൻസിപ്പിളെ പറ്റിയിട്ട് അവർ ഡിസ്കവറി നടത്തുന്നത്. സ്വീറ്റ് പീ എന്ന് പറഞ്ഞ ചെടിയിലാണ് ഇവർ ഡിസ്കവറി ചെയ്യുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലാതറസ് ഒഡോറേറ്റസ്. ഇത് പഠിക്കണം കേട്ടോ. സ്വീറ്റ് പീയുടെ സയൻറ്റിഫിക് നെയിമാണ് ലാതറസ് ഒഡോറേറ്റസ്. ഓക്കെ. ഇനി ഇത് ഈ ഒരു ലിങ്കേജിൻ്റെ ആ ഒരു പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 1910 ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും TH മോർഗൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് വന്നു. അദ്ദേഹമാണ് ലിങ്കേജിനെ പറ്റിയിട്ടുള്ളൊരു പ്യുവർ കോൺസെപ്റ്റായിട്ട് പറഞ്ഞു തന്നത്. TH മോർഗൻ ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ജീവിയിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം അദ്ദേഹം ഡിസ്കവർ ചെയ്യുന്നതും ലൈക്ക് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എല്ലാം. ആൻഡ് ഫ്രൂട്ട് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിമാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ മോർഗൻ്റെ ടിപ്പിക്കലായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ആയിരുന്നു. അതിലെ ജീൻസ് ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ലിങ്കേജും അതുപോലെ റീകോമ്പിനേഷനൊക്കെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ജീൻസിനെ പറ്റി കാണാനായിട്ട് പറ്റും. ആദ്യത്തെ പിക്ചറിൽ നമ്മൾ ലേബൽ ചെയ്തേക്കുന്നത് ദാറ്റ് ഈസ് അൺലിങ്ക്ഡ് ജീൻസ് എന്നാണ്. കാരണം 2 ക്രോമസോമുകൾ വ്യത്യസ്തമായിട്ടുള്ളതാണ് അവർ തന്നിരിക്കുന്നത്. ഒന്നാമത് ഒരു ജീൻ കൊടുത്തിട്ടുണ്ട്, രണ്ടാമതൊരു ജീൻ കൊടുത്തിട്ടുണ്ട്. അവർ 2 ഇടങ്ങളിലാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ കണക്ഷനൊന്നുമില്ല. അത്തരത്തിലുള്ള ജീൻസിനെയാണ് നമ്മൾ അൺലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇനി ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രോമസോമേ ഉള്ളൂ, അതിൽ അടുത്തടുത്തായിട്ട് 2 ജീനുകൾ ഇരിക്കുന്നു. ആ ജീനുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാതെ ഒരുമിച്ച് തുടരുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഇനി 1911 ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും 1910 മോർഗൻ ഈ ഒരു കോൺസെപ്റ്റ് ലിങ്കേജിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തു. 1911 ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും മോർഗനും കാസൽ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റും കൂടെ ക്രോമസോം തിയറി ഓഫ് ലിങ്കേജ് പ്രപ്പോസ് ചെയ്തു. ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ മറ്റൊരു തിയറി ഉണ്ട്, മാറിപ്പോകാൻ പാടില്ല. ദിസ് ഇസ് ക്രോമസോം തിയറി ഓഫ് ലിങ്കേജ്. ഇതിലൊരു 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ലിങ്കേജ് നടക്കുന്നത് യൂഷ്വലി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ക്രോമസോമിലാണ് ഈ ജീൻസ് കാണാൻ പറ്റുന്നതെങ്കിലാണ് അവിടെ
ലിങ്കേജ് ഉണ്ടാവുക. സോ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസിനെ നമ്മൾക്ക് സെയിം ക്രോമസോമിലേ കാണാൻ പറ്റത്തുള്ളൂ. ആൻഡ് അവർ പൊതുവെ ഒരു ലീനിയർ സീക്വൻസ് മാതിരിയാണ് ക്രോമസോമിൽ കാണുന്നത്. ലീനിയർ സീക്വൻസ് പോലെ അടുത്തടുത്തായിട്ട് നമ്മൾക്ക് അവരെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ പറഞ്ഞ ജീൻസിന് ഒക്കേഷണലി എന്തെങ്കിലും ക്രോസിംഗ് ഓവർ ഒക്കെ സംഭവിക്കുമെന്നല്ലാതെ ബാക്കി ഭൂരിഭാഗം സമയവും അവർ പാരന്റൽ കോമ്പിനേഷൻസ് തന്നെ നിലനിർത്താനുള്ളൊരു ടെൻഡൻസിയാണ് ഉള്ളത്. പക്ഷേ പുതിയ പുതിയ കോമ്പിനേഷൻസ് അവരുണ്ടാക്കുന്നില്ല. അവരെങ്ങനെയാണോ പാരൻസിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ തുടരാൻ വേണ്ടിയിട്ടാണ് ഈ ജീൻസ് താല്പര്യപ്പെടുന്നതെന്നാണ് പറയാം. പക്ഷെ ഇടയ്ക്കൊക്കെ അവർക്കും എന്ത് സംഭവിക്കാറുണ്ട്, ക്രോസിംഗ് ഓവർ സംഭവിക്കാറുണ്ട്. ഇനി നമ്മളുടെ ജീൻസിന് 2 ജീനുകൾക്കിടയിലുള്ള ലിങ്കേജിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2. 2 ജീനുകളുടെ ഇടയിലുള്ള ലിങ്കേജിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവരിൽ ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നു, നല്ല പോലെ ഹൈ ഫ്രീക്വൻസിയിൽ ക്രോസിംഗ് ഓവർ സംഭവിക്കും. അതല്ല, ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അവരിലുള്ള ക്രോസിംഗ് ഓവറിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പം ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ക്രോസിംഗ് ഓവർ കുറവാണ്, ക്രോസിംഗ് ഓവർ കുറവാണെങ്കിൽ ലിങ്കേജ് കൂടുതലാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ക്രോസിംഗ് ഓവർ കൂടുതലായിരിക്കും. ക്രോസിംഗ് ഓവർ നടന്നാൽ ലിങ്കേജ് ആയിരിക്കില്ല ഉണ്ടാവുക, പുതിയ കോമ്പനൻസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. പിടികിട്ടിയോ? അപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. യൂഷ്വലി ലിങ്കേജ് നടക്കുന്നത് അടുത്തടുത്തിരിക്കുന്ന 2 ജീനുകൾക്കിടയിലാണ് എന്നുള്ളത് ഓർക്കുക. ദാറ്റ് മീൻസ് ദൂരെ ആയിക്കഴിഞ്ഞാൽ ലിങ്കേജ് നടക്കില്ല. ഇനി നമ്മൾക്ക് ഈ ബ്രീഡിങ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ്, ടെസ്റ്റ് ക്രോസ് പോലെയുള്ള ബ്രീഡിങ് എക്സ്പെരിമെൻറ്റുകൾ യൂസ് ചെയ്തിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ഏതൊക്കെയാണ്, അൺലിങ്ക്ഡ് ജീൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അൺലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ആണെങ്കിൽ അവർ നമ്മളുടെ മെന്റലിൻ്റെ 3rd ലോയിൽ പറയുന്ന പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യും. എന്നിട്ട് നമുക്കൊരു ഡൈഹൈബ്രിഡ് റേഷ്യോ കിട്ടും, ദാറ്റ് ഈസ് 9:3:3:1. ഇനി ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡബിൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:1:1:1 ആയിരിക്കും. അതിൽ 2 എണ്ണം പാരൻസിൻ്റെ പോലെ ഇരിക്കും, 2 എണ്ണം പുതിയ റീകോമിനന്റ് ടൈപ്സ് ആയിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അൺലിങ്ക്ഡ് ജീൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡൈഹൈബ്രിഡിൻ്റെ റേഷ്യോ ഓർത്ത് വയ്ക്കണം, 9:3:3:1. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിൻ്റെ റേഷ്യോ ആണ് 1:1:1:1. അപ്പോൾ അതിൽ 2 എണ്ണം പാരന്റിൻ്റെ പോലെയും 2 എണ്ണം പുതിയ റീകോമിനന്റ് ടൈപ്പ് പോലെയും ആയിരിക്കും. ഇനി ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ആണെങ്കിൽ അവിടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒന്നുമില്ല, അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരുമിച്ചായിരിക്കും നിലനിന്ന് പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് അവർ ഒരുമിച്ചായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരന്റിനെ പോലെ തന്നെ അവരിരിക്കും, റീകോമ്പിനേഷൻസ് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈഹൈബ്രിഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3:1. ടെസ്റ്റ് ക്രോസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. അല്ല 1:1 പാരന്റിനെ പോലെ തന്നെ ഇരിക്കുന്നവരായിരിക്കും, റീകോമ്പിനൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം കേട്ടോ. യെസ്. ഇനി ലിങ്കേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ലിങ്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 2 or 2 ജീൻസ് ഉണ്ടായിരിക്കും. സെയിം ക്രോമസോമിൽ ലീനിയർ ഫാഷനിലുള്ള ജീൻസാണ്, ഓൾറെഡി പറഞ്ഞത്, ഇത് നമുക്കറിയാം. ഇനി ലിങ്കേജ് വന്നു കഴിഞ്ഞാൽ വേരിയബിലിറ്റി കുറയും. നമ്മൾ ഓൾറെഡി ക്രോസിംഗ് ഓവറും റീകോമ്പിനേഷനും പഠിച്ച പിള്ളേരാണ്. അപ്പോൾ നമ്മൾക്കറിയാം എങ്ങനെയാണ് റീകോമ്പിനേഷൻ ഉണ്ടാകുന്നത്. ക്രോസിംഗ് ഓവർ സംഭവിച്ച് ഈ ക്രോമസോംസിൻ്റെ പാർട്ട് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ക്രോമസോമുകൾ രൂപപ്പെടുമ്പം അതിൽ നിന്നാണ് പുതിയ കോമ്പിനേഷനുകൾ ജീനോടൈപ്പിലും ഫീനോടൈപ്പിലും മനുഷ്യർക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാകുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ പാരൻസിൻ്റെ പോലെയല്ല വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. അതിന് അല്ല കാരണം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ക്രോസിംഗ് ഓവർ റീകോമ്പിനേഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. പക്ഷെ ലിങ്ക്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എത്ര ജനറേഷനും കഴിഞ്ഞാലും ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വേരിയബിലിറ്റി അല്ലെങ്കിൽ വേരിയേഷൻസ് സൃഷ്ടിക്കാൻ ലിങ്കേജിനെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ ലിങ്കേജ് അത് റെഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. പിടികിട്ടിയോ? പിന്നെ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ജീൻസിൻ്റെ അല്ലീൽസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡൊമിനൻ്റ് ആയിട്ടുള്ള അല്ലീലുകളാകാം, അല്ലെങ്കിൽ റെസസീവ് അല്ലീലുകളാകാം, അല്ലെങ്കിൽ ചിലത് ഡൊമിനൻ്റ് ആകാം, ചിലത് റെസസീവ് ആകാം. അങ്ങനെ പല ടൈപ്പിലുള്ള അല്ലീൽസ് ഒക്കെ ഇവിടെ വന്നേക്കാം. ആൻഡ് യൂഷ്വലി അടുത്തടുത്തിരിക്കുന്ന ക്ലോസ്ലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ജീൻസുകൾക്കിടയിലാണ് ലിങ്കേജ് സംഭവിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിങ്കേജിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പക്ഷേ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് പോയിന്റ് ഔട്ട് അത് എഴുതി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊരു ജനറൽ ഐഡിയ ആയിരുന്നു. ഇനി ടൈപ്സ് ഓഫ് ലിങ്കേജ്. നിങ്ങളുടെ സിലബസ് പ്രകാരം 2 ടൈപ്പാണ് പഠിക്കാൻ പറഞ്ഞേക്കുന്നത്, കംപ്ലീറ്റും ഇൻകംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റിനെയാണ് നമ്മൾ പാർഷ്യൽ ലിങ്കേജ് എന്ന് വിളിക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് ദാറ്റ് ഈസ് അബൌട്ട് കംപ്ലീറ്റ് ലിങ്കേജ്. കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സെയിം ക്രോമസോമിൽ തന്നെയുള്ള ജീൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ചെയ്യത്തില്ല. ഇൻഹെറിറ്റ് ചെയ്യുമ്പം അവർ ഒരുമിച്ച് ജനറേഷൻസോളം ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ സംഭവിക്കാത്തത്, അവിടെ ക്രോസിംഗ് ഓവർ ഇല്ല. ഇവർ അടുത്തടുത്തിരിക്കുന്നത് കൊണ്ടും ലിങ്ക്ഡ് ആയിട്ടുള്ളത് കൊണ്ടും ഇവർക്കിടയിൽ ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും വർഷങ്ങളോളം അല്ലെങ്കിൽ തലമുറകളോളം ഇവരിനെ സെപ്പറേറ്റ് ആവാതെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പാരന്റിന്റെ ട്രൈറ്റ് എന്തായിരുന്നോ, പാരന്റിന്റെ കോമ്പിനേഷൻ എന്തായിരുന്നു, അതേ കോമ്പിനേഷൻ തന്നെയാണ് ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് വളരെ റെയർ ആയിട്ട് മാത്രം ഇതിനകത്ത് ചില വ്യത്യാസങ്ങൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ നമ്മളുടെ മോർഗൻ യൂസ് ചെയ്ത ഡ്രോസോഫിലക്കകത്ത് മെയിൽ ഡ്രോസോഫിലക്കകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഈ കംപ്ലീറ്റ് ലിങ്കേജ് നടക്കുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് അതിൽ റെയറാണ്. അപ്പോൾ കംപ്ലീറ്റ് ലിങ്കേജ് ഈ പറഞ്ഞ പോലെ റെയറായിട്ട് നടക്കുന്നത് അത് മെയിൽ ഡ്രോസോഫിലക്കകത്ത്, അതുപോലെ മറ്റ് കുറച്ച് ഓർഗാനിസംസിനകത്ത് ഹെട്രോഗാമറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വ്യത്യസ്ത ഗാമറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ചിലതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി പഠിക്കും. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ലിങ്കേജ് വളരെ റെയർ ആണ്, മോസ്റ്റ്ലി സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് എന്നുള്ളത് ഓർക്കുക. ഇനി രണ്ടാമത്തതാണ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ്. ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ ലിങ്കേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കുക. ഇപ്പോൾ സെയിം ക്രോമസോമിൽ തന്നെ ഇരിക്കുന്ന ജീൻസ് ആണ് എന്നുണ്ടെങ്കിലും അവർക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എപ്പോഴാണ് ടെൻഡൻസി ഉണ്ടാവുക അറിയാമോ? ക്രോസിംഗ് ഓവർ സംഭവിക്കുമ്പോൾ. അങ്ങനെ ക്രോസിംഗ് ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ റീകോമ്പിനേഷൻ സംഭവിക്കും. അങ്ങനെ വന്നിട്ടുണ്ടാകുന്ന പ്രോജനിയിൽ കുട്ടികളിൽ പാരന്റിന്റെ പോലെയുള്ള ട്രൈറ്റ്സ് ഉള്ളവരും ഉണ്ടായിരിക്കും, റീകോമ്പിനേഷൻ സംഭവിച്ച് പുതിയ ട്രൈറ്റ്സ് ഉള്ളവരും ഉണ്ടായിരിക്കും. പിടികിട്ടിയോ? ആൻഡ് യൂഷ്വലി നമ്മളുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു നമ്പർ ഓഫ് റീകോമ്പിനൻസ് എന്ന് പറയുന്നത് ഇവിടെ പൊതുവെ കുറവാണ്. ഇൻകംപ്ലീറ്റ് ലിങ്കേജ് നടക്കുമ്പോൾ നമ്മൾ ഇത്ര റീകോമ്പിനൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും, പക്ഷെ അത്ര ഉണ്ടാവില്ല. നമ്മൾ ആ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൻ്റെ നിയമത്തിൽ പഠിക്കുന്ന പോലെ അത്രയും ഒരു ഹൈ എമൗണ്ട് ഓഫ് റീകോമ്പിനൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടൈപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ 2 എണ്ണം പാരൻ്റൽ ടൈപ്പ് ആയിരിക്കും, 2 എണ്ണം റീകോമ്പിനൻറ്റ് ടൈപ്പ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും 25% ആയിരിക്കും. അപ്പോൾ 2 പാരൻ്റൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 50%, 2 റീകോമ്പിനൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50%. ഇനി ലിങ്കേജ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 2 ആയിരിക്കും, 2 പാരൻ്റൽ ടൈപ്പ് ആയിരിക്കും അല്ലേ? 2 പാരൻ്റൽ ടൈപ്പ് ആൻഡ് റീകോമ്പിനേഷൻ പൊതുവെ ഇല്ല അല്ലെങ്കിൽ കുറവാണെന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻ്റൽ ടൈപ്പിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25-നേക്കാളും വളരെ കൂടുതലായിരിക്കും. ആൻഡ് റീകോമ്പിനൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് 25%-നേക്കാൾ വളരെ കുറവുമായിരിക്കും. ഇതാണ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? സിമ്പിൾ കോൺസെപ്റ്റാണ്. ഞാനിതിനെ ഒന്നും കൂടെ കട്ട് ഷോർട്ട് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ഫെമിലിയർ ആക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മളുടെ ഡ്രോസോഫിലയുടെ മെയിൽസ് ആൻഡ് ഫീമെയിൽസിന്, അതുപോലെ മെയിൽസിലും അതുപോലെ സിൽക്വാമിൻ്റെ ഫീമെയിൽസിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് റീകോമ്പിനൻറ്റ് ടൈപ്പ് ആബ്സെൻ്റ് ആയിരിക്കും അവിടെ. കാരണം അവിടെ ക്രോസിംഗ് ഓവർ ഇല്ല. ഈ 2 ജീൻസ് ഒരേ ക്രോമസോമിൽ നിൽക്കുന്നു, വളരെ അടുത്തടുത്താണ്. അപ്പോൾ അവർ ടുഗെദർ എന്ത് ചെയ്യുന്നു? ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡ്രോസോഫിലയുടെ മെയിൽസിലും അതുപോലെ സിൽക്വാമിൻ്റെ ഫീമെയിൽസിലൊക്കെ ഇത്തരത്തിൽ കംപ്ലീറ്റ് ലിങ്കേജ് ആണ് കാണുക. ഇനി ഇൻകംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊക്കെ ക്രോസിംഗ് ഓവർ നടക്കും ലിങ്ക്ഡ് ജീൻസിൻ്റെ ഇടയിൽ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ലിങ്കേജ് എന്ന് വിളിക്കും. മെയ്സ്, പീ, ഡ്രോസോഫില അതുപോലെയുള്ള ചില ഓർഗാനിസംസിനകത്തൊക്കെ നമ്മൾക്ക് ഈ പാർഷ്യൽ ലിങ്കേജ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ലിങ്കേജ് കാണും, സ്പെഷ്യലി ഡ്രോസോഫിലയുടെ ഫീമെയിലിൽ. കാരണം ഡ്രോസോഫിലയുടെ മെയിലിൽ നമ്മൾ കംപ്ലീറ്റ് ആണ് കണ്ടത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഈ ഡ്രോസോഫില മെയിലുള്ള ലിങ്കേജ് ടൈപ്പ് ഏത്, ഫീമെയിലുള്ളത് ഏത്, സിൽക്വാമിലുള്ളത് ഏത്, പീയിലുള്ളത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കും. അതുകൊണ്ട് എക്സാമ്പിൾ വെച്ചത് കേട്ടോ. അപ്പോൾ ഇത്രത്തോട് കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ലിങ്കേജിലേക്ക് കാര്യങ്ങളും പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഇസ് ടു ദ ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ലിങ്കേജ് ഗ്രൂപ്പ്സ്. ലിങ്കേജ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോമസോമിൽ ലിങ്കേജ് കാണിക്കുന്ന ഒരുപാട് ജീനുകളുണ്ടായിരിക്കും. ഇതിപ്പോൾ 2 മാത്രമല്ല, ഒരുപാട് ജീനുകളുണ്ടായിരിക്കും. ആ എല്ലാ ജീനുകളെയും ഒരുമിച്ച് നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു ക്രോമസോം എന്ന് പറയുമ്പം അതിനകത്തുള്ള എല്ലാ ജീനുകൾക്കും ഒരു ഐഡൻറ്റിക്കൽ നേച്ചർ ആയിരിക്കും എന്നാണ് പറയുക. ഒരു ക്രോമസോം ആണെങ്കിൽ അതിൽ എല്ലാ ജീൻസും ഐഡൻറ്റിക്കൽ ജീൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളതിനെ അലീലോമോർഫ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഹോമോലോഗസ് ക്രോമസോംസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതെല്ലാം അലീലോമോർഫ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ജീൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോമോലോഗസ് ക്രോമസോമിൻ്റെ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസിലുള്ള ലിങ്കേജ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കരുതൂല, ഒരുമിച്ച് കരുതുക.
മനസ്സിലായോ? എന്താ ലിങ്കേജ് ഗ്രൂപ്പ്? ഒരു ക്രോമസോമിൽ കാണുന്ന എല്ലാ ലിങ്ക്ഡ് ജീൻസ് 10 ഉണ്ടായിരുന്നെങ്കിൽ 10നെയും നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. 10 ഒരു ക്രോമസോമിൽ കണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ്, രണ്ടാമത്തെ ക്രോമസോമിൽ 15 കണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ്, അങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ പല പല ലിങ്കേജുകളായിരിക്കും. ഇപ്പോൾ ആദ്യത്തെ ക്രോമസോമിൽ ABCD എന്ന് പറഞ്ഞിട്ടുള്ള 4 ജീൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. Aയും Bയും ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നു, Bയും Cയും ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നു, അങ്ങനെ പലരും ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അവരെ സെപ്പറേറ്റ് ലിങ്കേജ് ഒന്നും കണക്കാക്കുന്നില്ല, ഒരുമിച്ചുള്ള ലിങ്കേജ് കണക്കാക്കുന്നു. അങ്ങനെ അവരൊരു ഗ്രൂപ്പ് ആവുന്നു. പിടികിട്ടിയോ? ആൻഡ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ക്രോമസോമിലുള്ള സകലമാന ജീൻസും ഏകദേശം ഐഡന്റിക്കൽ ആയിരിക്കും. അത് അലീലോമോർഫ്സ് എന്നാണ് നമ്മൾ തന്നെ വിളിക്കേണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോമോലോഗസ് പെയർ ക്രോമസോമിനകത്ത് കാണുന്ന എല്ലാ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസിനെയും കൂടെ കൂട്ടി ഒരു ലിങ്കേജ് ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. 10 ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ഉണ്ടെങ്കിൽ 10നെയും കൂടെ ഒരുമിച്ച് നമ്മൾ ഒന്നായിട്ട് കരുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്രോമസോമിൽ ഒരു ലിങ്കേജ് ഗ്രൂപ്പ് എന്നുള്ള കണക്കായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. പിടികിട്ടിയോ? അതിപ്പോൾ 100 ലിങ്കേജ് ജീൻസ് ഉണ്ടെങ്കിലും, ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ഉണ്ട് 1000 ഉണ്ടെങ്കിലും 10000 ഉണ്ടെങ്കിലും ഒക്കെ ലിങ്കേജ് ഗ്രൂപ്പ് ആകുമ്പോൾ അത് ഒന്നേ ഉള്ളൂ. പിടികിട്ടിയോ? യെസ്. ഇനി യൂഷ്വലി നമ്മൾ ഓരോരുത്തരിലും, അതിപ്പോൾ മനുഷ്യനാണെങ്കിലും മറ്റേത് മൃഗമാണെങ്കിലും ഒക്കെ, അവരിൽ കാണുന്ന ലിങ്കേജ് ഗ്രൂപ്പ്സ് ലിമിറ്റഡ് ആണ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്പീഷീസ് എന്താണോ ആ സ്പീഷീസിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലിങ്കേജ് ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഹോമോലോഗസ് പെയർ ക്രോമസോംസിനകത്തുള്ള ലിങ്കേജ് ഗ്രൂപ്പ് ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മനുഷ്യരിൽ എത്രയുണ്ട്? ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 23 പെയേഴ്സ് അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിപ്ലോയിഡ് ആണ്. പക്ഷേ ലിങ്കേജ് ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ആ സ്പീഷീസിൻ്റെ ഹാപ്ലോയിഡ് ക്രോമസോം നമ്പറിനോട് തുല്യമായിരിക്കും അതിലുള്ള ലിങ്കേജ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ 23 പെയേഴ്സ് ആണ്, ദാറ്റ് ഇസ് ഡിപ്ലോയിഡ്. ഹാപ്ലോയിഡ് ആകുമ്പോൾ വെറും 23 ആണ്. അപ്പോൾ നമ്മളുടെ ലിങ്കേജ് ഗ്രൂപ്പുകൾ എത്ര എണ്ണമായി? ദാറ്റ് വിൽ ബി 23. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. സി, ഇവിടെ കോണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിങ്കേജ് ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. കാരണം ഡിപ്ലോയിഡ് ആയിരിക്കുന്ന സമയത്ത് 2n = 20 എന്ന് എഴുതിയിരിക്കുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ കോണിനകത്തുള്ള ക്രോമസോമിൻ്റെ എണ്ണമാണ്. ഡിപ്ലോയിഡ് കണ്ടീഷനിൽ കോണിനകത്ത് 20 ക്രോമസോമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 10 അല്ലേ? അപ്പോൾ 10 ലിങ്കേജ് ഗ്രൂപ്പ്. അതുപോലെ ഗാർഡൻ പീയിൽ ഡിപ്ലോയിഡ് ആയിരിക്കുന്ന സമയത്ത് 14 ക്രോമസോംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹാപ്ലോയിഡ് ആകുമ്പോൾ എത്രയും 7 ആയി. സിമിലർലി ബാർലിയിലും 7 എണ്ണമാണ് അവരുടെയും ലിങ്കേജ് ഗ്രൂപ്പ്. ഇനി ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ജീവിയിൽ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ 8 ക്രോമസോമുകൾ കാണാം. അപ്പോൾ ഹാപ്ലോയിഡ് ആകുമ്പോൾ എത്രയോ 4 എണ്ണമാകും. മനുഷ്യനിലാണെന്നുണ്ടെങ്കിൽ 46 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഹാപ്ലോയിഡ് ആകുമ്പോഴത്തേക്കും 23 എണ്ണം. പിടികിട്ടിയോ? ഇനി ഒരു വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, അതിപ്പോൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവരിൽ സെക്സ് ക്രോമസോംസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ മനുഷ്യരിൽ തന്നെ പുരുഷന്മാർക്ക് സെക്സ് ക്രോമസോംസ് ഡിഫറെൻ്റ് ആണ്. ഡ്രോസോഫിലയിൽ അങ്ങനെയാണ്, പിന്നെ അതുപോലെ ബേർഡ്സിൽ അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് ജീവികളിൽ വ്യത്യസ്തമായിട്ടുള്ള സെക്സ് ക്രോമസോംസ് ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്ത സെക്സ് ക്രോമസോംസ് ഉള്ളവരിൽ ഈ ഹാപ്ലോയിഡ് നമ്പറിൽ ലിങ്കേജ് ഗ്രൂപ്പ്സ് കാണണമെന്നില്ല, അതിൽ ഒരെണ്ണം കൂടുതലായിരിക്കും. അതിനും എക്സാമ്പിൾ കാണിച്ചു തരാം. മനുഷ്യരുടെ കേസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഫീമെയിലിൻ്റെ കേസ് ആദ്യം പറയാം. ഫീമെയിൽ 22 പെയർ ഓട്ടോസോംസ് ഉണ്ട്, അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ നോൺ സെക്സ് ക്രോമസോംസ് ഉണ്ട്. പിന്നെ ഒരു പെയർ എന്തുണ്ട്? സെക്സ് ക്രോമസോംസ് ഉണ്ട്. അത് 2 എണ്ണം XX ആണ്. XX എന്നുള്ള സെക്സ് ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹോമോമോർഫിക് എക്സ് ക്രോമസോം എന്ന് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് കാഴ്ചയിൽ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള എക്സ് ക്രോമസോംസ് ഒരു പെയർ ഉണ്ട്, 2 എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓട്ടോസോംസിന് നമുക്ക് 22 ലിങ്കേജ് ഗ്രൂപ്പ് കിട്ടി. 22 പെയർ ഓട്ടോസോംസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഹാപ്ലോയിഡ് എടുത്തു. അപ്പോൾ 22 ഓട്ടോസോംസിൻ്റെ ലിങ്കേജ് ഗ്രൂപ്പ് കിട്ടി. ഒരു പെയർ സെക്സ് ക്രോമസോംസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് ഒരു എക്സ് ക്രോമസോമൽ ലിങ്കേജ് ഗ്രൂപ്പ് കിട്ടി. അപ്പോൾ 22 1 23 ലിങ്കേജ് ഗ്രൂപ്പുകൾ ആരിലായി? മനുഷ്യരിൽ തന്നെ ഫീമെയിലിലായി എന്ന് മനസ്സിലാക്കാം. ഇനി പുരുഷന്മാരിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കും 22 പെയർ ഓട്ടോസോംസ് ഉണ്ട്, പ്ലസ് 2 ഹെറ്ററോമോർഫിക് ആയിട്ടുള്ള സെക്സ് ക്രോമസോംസ് ഉണ്ട്. 2 ഹെറ്ററോമോർഫിക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്ട്രക്ചറുകളുള്ള സെക്സ് ക്രോമസോംസ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ 22 പെയർ ഓട്ടോസോംസിൽ നിന്ന് 22 ലിങ്കേജ് ഗ്രൂപ്പുകൾ കിട്ടി. ഇനി 2 സെക്സ് ക്രോമസോംസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു എക്സ് ആയിട്ടുള്ള ലിങ്കേജ് ഗ്രൂപ്പും കിട്ടി, ഒരു വൈ ലിങ്കേജ് ഗ്രൂപ്പും കിട്ടി. കാരണം എക്സ് ക്രോമസോംസിലും ലിങ്കേജ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, വൈ ക്രോമസോമിലും ലിങ്കേജ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അത് സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് എടുക്കാമായിരുന്നു. പക്ഷെ സെയിം അല്ലല്ലോ, വ്യത്യസ്തമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഒരു എക്സ് ക്രോമസോം ഉണ്ടായിരുന്നതിനകത്തുള്ള ലിങ്കേജ് ഗ്രൂപ്പ് ഒരെണ്ണം നല്ല രീതിയിൽ എടുക്കുന്നു, വൈയിൽ ഉണ്ടായിരുന്ന ലിങ്കേജ് ഗ്രൂപ്പുകളെല്ലാം കൂടെ ഒരെണ്ണം എന്നുള്ള രീതിയിൽ എടുക്കുന്നു. അപ്പോൾ 22 + 1 23 + 1 24 ലിങ്കേജ് ഗ്രൂപ്പുകൾ ആരിൽ വരും? പുരുഷന്മാരിൽ വരും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ലോകത്തുള്ള സകല ജീവികളിലും നോക്കുമ്പോൾ അവരുടെ ലിങ്കേജ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് യൂഷ്വലി അവരുടെ ക്രോമസോം നമ്പറിന്റെ ഹാപ്ലോയിഡ് നമ്പർ എത്രയാണോ അതായിരിക്കും. പക്ഷെ വ്യത്യസ്തതയുണ്ട്. എവിടെയാണ് വ്യത്യസ്തതയുള്ളത്? അവരിൽ ആരൊക്കെയാണോ ഹെട്രോഗാമെറ്റിക് കണ്ടീഷൻ ഉള്ളത്, വ്യത്യസ്ത ഗാമെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സെക്സ് ക്രോമസോമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണോ അവരിൽ ഇത്തരത്തിൽ ഒരു ലിങ്കേജ് ഗ്രൂപ്പും കൂടെ എക്സ്ട്രാ വരും. ഹാപ്ലോയിഡ് +1 എന്നും കൂടെ വരും. N+1 എന്ന് ഓർത്താൽ മതി. ഹാപ്ലോയിഡ് +1 എന്നും കൂടെ വരും. പിടികിട്ടിയോ? ഇതിനെയാണ് നമ്മൾ ലിങ്കേജ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ചിലപ്പോൾ ഒരു ഓർഗാനിസത്തിനകത്ത് 50 ക്രോമസോംസ് ഉണ്ടായിരുന്നു ഡിപ്ലോയിഡ് കണ്ടീഷനിൽ, അങ്ങനെയാണെങ്കിൽ അയാളുടെ ലിങ്കേജ് ഗ്രൂപ്പ് എത്ര? ഒരു ഹോമോഗാമറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആയിരുന്നു, അതിൽ 50 ക്രോമസോം ഉണ്ടായിരുന്നു ഡിപ്ലോയിഡ്, ഹാപ്ലോയിഡ് എത്ര എന്ന് ചോദിക്കും. അതൊന്ന് പറയൂ ചാറ്റ് ബോക്സിൽ, കമൻറ്റ് ബോക്സിൽ എത്രയായിരിക്കും അതിൻ്റെ ലിങ്കേജ് ഗ്രൂപ്പുകളുടെ എണ്ണം. ഇനി അത് ഹെട്രോഗാമറ്റിക് ആയിരുന്നെങ്കിൽ എത്ര ആയെന്ന് എന്നും കൂടെ ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, മനസ്സിലായി? കോൺസെപ്റ്റ് മനസ്സിലായിട്ടുള്ളവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ കൂടെ അങ്ങനെ പറയാം, ആൻസേഴ്സ് പറയാം. അപ്പോൾ ഒരു ജീവി അതിൻ്റെ ഡിപ്ലോയിഡ് ക്രോമസോമിൻ്റെ എണ്ണം 50 ആയിരുന്നു. ഹോമോഗാമറ്റിക് ആയിരുന്നെങ്കിൽ അതിൻ്റെ ലിങ്കേജ് ഗ്രൂപ്പുകളുടെ എണ്ണവും, ഹെട്രോഗാമറ്റിക് ആയിരുന്നെങ്കിൽ അതിൻ്റെ ലിങ്കേജ് ഗ്രൂപ്പുകളുടെ എണ്ണമാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇത്രയാണ് നമ്മൾക്ക് ലിങ്കേജിനെ പറ്റി പഠിക്കാനുള്ളൂ. അധികമില്ല അല്ലേ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ലിങ്കേജിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ക്രോസിംഗ് ഓവർ ഇതിൻ്റെ ഒപ്പം വരുന്നതാണ്. പക്ഷേ ഓൾറെഡി ചെയ്തതുകൊണ്ട് നമ്മൾ വീണ്ടും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്രോസിംഗ് ഓവറിലോട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിങ്കേജ് പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വാസ് ഹെൽപ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ നമ്മൾ ഇന്ന് ലിങ്കേജ് എന്താണെന്ന് പഠിച്ചു, ലിങ്കേജിൻ്റെ ടൈപ്സ് പഠിച്ചു, ലിങ്കേജ് ഗ്രൂപ്പ്സ് പഠിച്ചു, ലിങ്ക്ഡ് ഗ്രൂപ്പ്സ് നമുക്കുള്ള രീതിയിൽ പഠിച്ചു. അപ്പോൾ അത്രയാണ്. ന്യൂമറിക്കൽ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇത് പഠിക്കാം കേട്ടോ. ന്യൂമറിക്കൽ ചെയ്യാൻ പാകത്തിന് തന്നെ പഠിക്കാം. ഓക്കെ, യെസ്. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് മോർണിംഗ് ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇതുവരെ സെറ്റിൽ വന്നിട്ടില്ല, പക്ഷെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരുപാട് റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. നമ്മുടെ കോൺസെപ്റ്റ്, നമ്മുടെ സിലബസിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാമല്ലോ. അപ്പോൾ അതുപോലെ സോർട്ട് ചെയ്തിട്ടുള്ളൊരു 20 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നോക്കുക, കണ്ടു നോക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലൈക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾ പറയണം. ആൻസേഴ്സ് ഒന്നും നിങ്ങൾ പറയില്ല, അപ്പോൾ അത് പറയണം കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഷോർട്സ് ഒക്കെ കാണണം. ഷോർട്സിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. വി വിൽ ക്യാച്ച് അപ്പ് ഇൻ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.